കൊച്ചി കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ദീപ്തി മേരി വർഗീസ് മിനിമോൾക്ക് വോട്ട് ചെയ്തു എന്ന് വാർത്ത വരുന്നു. ഒപ്പം തന്നെ സ്വതന്ത്രൻ ബാസ്റ്റിൻ ബാബുവിന്റെ വോട്ടും മിനിമോൾക്ക് തന്നെയാണ്. അങ്ങനെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ അപ്പോൾ പ്രേക്ഷകരെ അറിയിക്കും. നമ്മളിനി പോകുന്നത് കണ്ണൂർ കോർപ്പറേഷനിലേക്കാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിക്കുള്ള തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൗൺസിൽ ഹാളിലാണ്, അടച്ചിട്ട മുറിയിലാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ മേയറിനെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതായാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടച്ചിട്ട മുറിയിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം ആ മേയറെ പ്രഖ്യാപിക്കും. നിലവിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി P ഇന്ദിരയും LDFന്റെ സ്ഥാനാർത്ഥിയായി VK പ്രകാശിനിയും NDAയുടെ സ്ഥാനാർത്ഥിയായി അർച്ചന വണ്ടിച്ചാലുമാണ് മത്സരിക്കുന്നത്. കക്ഷിനില നോക്കിക്കഴിഞ്ഞാൽ UDFന് 36 സീറ്റും LDFന് 15 അംഗങ്ങളും NDAക്ക് 4, SDPക്ക് 1 അംഗമാണ് ഉള്ളത്. UDFന് താരതമ്യേന വലിയ വെല്ലുവിളിയും എതിർശബ്ദവും ഇല്ലാതെ ഈ മേയറിനെ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കോർപ്പറേഷൻ കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിൽ ആദ്യമായി ഒരു മേയറിനെ പ്രഖ്യാപിക്കുന്നതും കണ്ണൂരിലാണ്. P ഇന്ദിരയാണ്. 3ാം തവണ കൗൺസിലറാകുന്ന P ഇന്ദിരയാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി. എന്തായാലും എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. മറ്റ് വെല്ലുവിളികളോ അല്ലെങ്കിൽ എതിർശബ്ദങ്ങളോ ഒന്നും തന്നെ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൽ ഇവിടെയില്ല. മറ്റു നഗരസഭകൾ നോക്കിക്കഴിഞ്ഞാൽ 8 നഗരസഭകളിൽ 5 UDFും 5 LDFും 3 UDFിനും ഉള്ളത്. അവിടെയും മറ്റു തർക്കങ്ങളൊന്നുമില്ലാതെ എതിരില്ലാതെ തന്നെ മേയർ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതാണ് കണ്ണൂർ കോർപ്പറേഷൻ P ഇന്ദിര മേയറായി തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും കരുതുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.